ആസ് പേരൻസ് ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കാൻ ഓക്കെ ആണോ എന്നൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു സിംഗിൾ സ്റ്റേറ്റസിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനതിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. സെക്കൻഡ് വൺ, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ മറ്റൊരു കാസ്റ്റിൽപ്പെട്ട ഒരാളെ സ്നേഹിക്കുന്നു, ഞാൻ അവരുടെ വിവാഹത്തിന് സമ്മതിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും തീരുമാനിച്ചു. എൻ്റെ മക്കളുടെ വിവാഹം കഴിഞ്ഞ് അവർ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചു, ഞാനതിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ കുട്ടി ഒരു ക്യൂർ പേഴ്സൺ ആയിട്ട് സ്വയം ഐഡൻറ്റിഫൈ ചെയ്ത് വന്നിരിക്കുകയാണ്, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ കുട്ടി ഒരു എയ്ത്തിസ്റ്റ് ആണ്, ഞാനതിനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ടോപ്പിക്കിലെ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമ്മളുടെ മക്കളോടുള്ള നമ്മുടെ സ്നേഹം കണ്ടീഷണൽ ആണോ അൺകണ്ടീഷണൽ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരു വ്യക്തി, അത് നമ്മുടെ മക്കളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവർ നമ്മളോട് ഡിസഗ്രി ചെയ്യുന്ന ഒരു തീരുമാനം എടുക്കുമ്പോഴും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അൺകണ്ടീഷണൽ ലവ് ആണ്. അൺകണ്ടീഷണൽ ലവ് ആണ് ഏറ്റവും വലിയ ലവ് എന്നോ, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ എന്ത് തീരുമാനമെടുത്താലും അവരെ അൺകണ്ടീഷണലായിട്ട് ലവ് ചെയ്യണമെന്നോ ഒന്നുമല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. വൺസ് നമ്മുടെ കുട്ടികൾ അഡൽട്ടായി കഴിഞ്ഞാൽ അവരുടെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള ചോയ്സ് പാരൻസിനും എടുക്കാം. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമ്മളെക്കുറിച്ചൊരു ഇൻസൈറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതുക.